നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹിറ്റ്ലറുടെ കഥ പലപ്പോഴും നമ്മെ ജനാധിപത്യം ഓർമ്മപ്പെടുത്തുന്നു. ഹിറ്റ്ലർ തൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗിലേക്ക് ഒരിക്കൽ ഒരു കോഴിയുമായി കടന്നു വരുന്നു. അദ്ദേഹം ആ കോഴിയുടെ തല തൻ്റെ കക്ഷത്തിൽ അമർത്തി പിടിച്ചിരിക്കുന്നു. നടന്നു നീങ്ങുന്നതിനിടയിൽ അയാൾ ആ കോഴിയുടെ തൂവലുകൾ ഒന്നൊന്നായി പറിച്ചെടുത്ത് കളയുന്നു. വേദന കൊണ്ട് പുളഞ്ഞ കോഴി ഹിറ്റ്ലറുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആവുന്നത്ര ശ്രമിച്ചു. എന്നാൽ ഹിറ്റ്ലർ ആ കോഴിയെ വിട്ടുകൊടുത്തില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ നിലവിളി വകവയ്ക്കാതെ തൂവലുകൾ വീണ്ടും പറിച്ചുകൊണ്ടിരുന്നു. ഇത് കണ്ട ക്യാബിനറ്റ് അംഗങ്ങൾ പറഞ്ഞു, അതിനെ ഇങ്ങനെ ഉപദ്രവിക്കരുതേ, അതിനെ വിട്ടയക്കൂ. ഹിറ്റ്ലർ ആരുടെയും വാക്ക് കേട്ടില്ല, അല്ലെങ്കിൽ തന്നെ ഹിറ്റ്ലർ ആരുടെയും വാക്കുകൾ കേൾക്കാറില്ല. ഒടുവിൽ അതിൻ്റെ ശരീരത്തിലെ എല്ലാ തൂവലുകളും പറിച്ചെടുത്തു. പിന്നെ അയാൾ അതിനെ ആ തറയിലേക്ക് എറിഞ്ഞു. എന്നിട്ട് തൻ്റെ പോക്കറ്റിൽ നിന്ന് ഏതാനും ധാന്യങ്ങൾ എടുത്ത് ആ കോഴിക്ക് ഇട്ടുകൊടുത്തു. വിശപ്പും വേദനയും കൊണ്ട് തളർന്ന കോഴി ആ ധാന്യങ്ങൾ കൊത്തിപ്പെറുക്കി തിന്നാൻ തുടങ്ങി. പിന്നീട് ആഹാരത്തിനായി വീണ്ടും ഹിറ്റ്ലറുടെ കൈകളിലേക്ക് ആ കോഴി ദയനീയമായി നോക്കുന്നു. ഹിറ്റ്ലർ ധാന്യങ്ങൾ കാണിച്ച കോഴിയെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു. അല്പസമയത്തിന് ശേഷം ആ കോഴി അദ്ദേഹത്തിനരികിൽ വന്നിരുന്നു. ഹിറ്റ്ലറുടെ കയ്യിൽ നിന്ന് ധാന്യങ്ങൾ കൊത്തി തിന്നാൻ തുടങ്ങിയ കോഴി. അതുവരെ ഹിറ്റ്ലറുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച കോഴി എന്തുകൊണ്ടാണ് ഹിറ്റ്ലറുടെ അടുക്കലേക്ക് പാഞ്ഞു വന്നത്? ഒരു പിടി ധാന്യത്തിനു വേണ്ടി ഹിറ്റ്ലറുടെ അരികിൽ ആ കോഴി നിലയുറപ്പിച്ചു. അത്ഭുതപ്പെട്ട ക്യാബിനറ്റ് അംഗങ്ങൾ ചോദിച്ചു, എന്താണിത്? ഹിറ്റ്ലർ മറുപടി കൊടുത്തു, വോട്ടർമാർ ഇതുപോലെയാണ്. 4.5 വർഷക്കാലം നമ്മൾ അവരുടെ തൂവലുകൾ പറിച്ചെടുക്കും. എന്നിട്ട് അവസാന 6 മാസം അവർക്ക് കുറച്ച് ധാന്യങ്ങൾ എറിഞ്ഞു കൊടുക്കും. ആ കറുത്ത ധാന്യങ്ങൾക്കായി വോട്ടർമാർ കഴിഞ്ഞ 4.5 വർഷം നമ്മൾ ചെയ്ത എല്ലാ ക്രൂരതകളും മറക്കും. ഒരു ഭരണകൂടം ചെയ്ത എല്ലാ അനീതികളും മറന്ന് അവർ വോട്ടർമാരായി പോളിംഗ് ബൂത്തിലെത്തും. ചരിത്രത്തിലെ ഏറ്റവും നിന്ദിക്കപ്പെട്ട വ്യക്തിയായി പിന്നീട് ലോകം വിലയിരുത്തിയ ഹിറ്റ്ലർ തൻ്റെ ഭരണകാലത്ത് ചെയ്തു കൂട്ടിയ അനേക ക്രൂരതകൾ. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ കാലാൾപ്പടയിൽ പ്രവർത്തിച്ചു. ഓസ്ട്രിയൻ പൗരനായിരിക്കെ അഡോൾഫ് ഹിറ്റ്ലറെ ബവേറിയൻ സൈന്യത്തിലാണ് അന്ന് സ്വീകരിച്ചത്. 1918 മസ്റ്റാർഡ് ഗ്യാസ് ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഹിറ്റ്ലറുടെ കാഴ്ച മങ്ങി. തനിക്ക് അശുദ്ധമെന്ന് തോന്നുന്ന എന്തിനോടും ഒരു യുക്തിസഹമായ വെറുപ്പ് വളർത്തിയെടുത്തുകൊണ്ടായിരുന്നു പിന്നീട് ഹിറ്റ്ലറുടെ വളർച്ച. എല്ലാ ഗുമസ്തരും ജൂതരും, എല്ലാ ജൂതന്മാർ ഗുമസ്തരുമാണ് എന്നയാൾ പറഞ്ഞു. അധികാരത്തിലെത്തിയ ഹിറ്റ്ലർ ചിരിക്കുന്നത് അപൂർവം. എന്നാൽ നായയുമായി കളിക്കുമ്പോൾ ഹിറ്റ്ലർ ചിരിക്കും. ആളുകളെ കാണുമ്പോൾ ഹിറ്റ്ലർ കൂടുതൽ അസ്വസ്ഥനായി. ആളുകൾ തന്നിൽ ആരോപിക്കുന്ന ചില മനോരോഗ ഗുണങ്ങൾ അയാൾ ഉയർത്തിപ്പിടിച്ചു. ജീവിതകാലം മുഴുവൻ ഹിറ്റ്ലർ തൻ്റെ സൈനിക റെക്കോർഡിനെക്കുറിച്ച് അഭിമാനിച്ചിരുന്നു. 1945 BBC-യിൽ വന്ന ഒരു വാർത്ത. ലോകം സ്തബ്ധമായി ആ വാർത്ത കേട്ടുനിന്നു. ദിസ് ഈസ് ലണ്ടൻ കോളിംഗ്. ഒരു ന്യൂസ് ഫ്ലാഷ് ഉണ്ട്. ജർമ്മൻ റേഡിയോ ഹിറ്റ്ലർ മരിച്ചു എന്നൊരു അനൗൺസ്മെൻറ്റ് പ്രക്ഷേപണം ചെയ്തിരിക്കുന്നു. ഹിറ്റ്ലർ എന്ന ജർമ്മൻ സ്വേച്ഛാധിപതി സ്വന്തം തലയിലേക്ക് നിറയൊഴിച്ചു കൊന്ന ആ സംഭവമായിരുന്നു ജർമ്മൻ റേഡിയോ വാർത്തയായി സംപ്രേഷണം ചെയ്തത്. റഷ്യൻ സൈന്യത്തോട് വീരോചിതമായ പോരാട്ടം നടത്തി ഹിറ്റ്ലർ മരണത്തിന് കീഴടങ്ങിയെന്നാണ് ജർമ്മൻ റേഡിയോയിൽ വന്ന ആദ്യ വാർത്ത. പിന്നീട് വാർത്ത തിരുത്തപ്പെട്ടു. ഹിറ്റ്ലർ വധിക്കപ്പെടുകയല്ല, മറിച്ച് റഷ്യൻ സൈന്യത്തിൻ്റെ പിടിയിൽപ്പെടാതിരിക്കാൻ വേണ്ടി സ്വന്തം ബങ്കറിനുള്ളിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഹിറ്റ്ലറുടെ കൊട്ടാരത്തിനരികിലേക്ക് റഷ്യൻ സൈന്യം പാഞ്ഞു വരുന്നു. ഭൂമിക്ക് 50 അടി താഴ്ചയിൽ ഒരു ബങ്കർ പണിത് അതിൽ സുരക്ഷിതനായിരിക്കാൻ ഹിറ്റ്ലർ എപ്പോഴും ശ്രമിച്ചു. തൻ്റെ രഹസ്യ ബങ്കറിലിരുന്നായിരുന്നു ഹിറ്റ്ലർ അവസാന നാളുകളിൽ എല്ലാം നിയന്ത്രിച്ചത്. അവസാന ദിനങ്ങളിൽ അവിടെ ഇരുന്ന് റഷ്യൻ സൈന്യത്തിൻ്റെ പീരങ്കിയൊച്ചകളും വിമാനം പറന്നുപോകുന്ന ശബ്ദവും ബോംബുകൾ പതിക്കുന്ന കുലുക്കവുമൊക്കെ അദ്ദേഹത്തിന് നന്നായി മനസ്സിലായി. തൻ്റെ പെൺപട്ടി ബ്ലോണ്ടിയെ ഒന്ന് നടത്തിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാത്രം ബംഗ്ലാവിലെ പൂന്തോട്ടത്തിൽ ചെന്ന് ഒന്നുലാത്തും. പെട്ടെന്ന് തന്നെ ബങ്കറിലേക്ക് മടങ്ങും. എന്നാൽ ബംഗ്ലാവും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കെട്ടിടങ്ങളുമൊക്കെ വലിയ ബോംബാക്രമണങ്ങളിൽ തകർന്ന തരിപ്പണമായി. രാവിലെ 5-6 മണി വരെ ഹിറ്റ്ലർ ആ ദിവസങ്ങളിൽ ഉണർന്നിരിക്കും. കൂടി വന്നാൽ 2-3 മണിക്കൂർ മാത്രമാണ് അവസാന നാളുകളിൽ ഹിറ്റ്ലർ ഉറങ്ങിയിരുന്നത്. എവിടെ നിന്നെങ്കിലും തന്നെ രക്ഷിക്കാൻ ഒരു സൈന്യമെത്തുമെന്ന് അവസാന ദിവസം വരെ ഹിറ്റ്ലർ പ്രതീക്ഷിച്ചു. ജർമ്മൻ സൈന്യം പൂർണ്ണമായി ചിതറിത്തെറിച്ചുവെന്ന് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ബെർലിൻ യുദ്ധത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇവിടം വിട്ട് ഞാൻ ഓടിപ്പോകില്ല. പകരം എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് ചുറ്റുവട്ടത്തുള്ളവരോട് ഹിറ്റ്ലർ പറഞ്ഞു. പിടിക്കപ്പെടുമെന്ന അവസ്ഥ വന്നാൽ ആത്മാഹുതിയാണ് തൻ്റെ മുന്നിലുള്ളത് എന്ന് അടുത്തു നിൽക്കുന്നവരോട് ഹിറ്റ്ലർ പറഞ്ഞു. ഏപ്രിൽ 22-ന്
തൻ്റെ കാമുകി ഇവ ബ്രൗണിനോട് അയാൾ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ബെർലിൻ വിട്ട് രക്ഷപ്പെടാം. ഇനിയും ഇവിടെ നിൽക്കുന്നത് ജീവൻ അപകടമാണ്. ഞാൻ അങ്ങയെ വിട്ട് ഒരിടത്തേക്ക് ഓടിപ്പോകില്ല. എന്നെ അങ്ങേക്ക് അറിഞ്ഞുകൂടെ? ഇതായിരുന്നു ഇവയുടെ മറുപടി. ഹിറ്റ്ലറുടെ യുദ്ധോൽപ്പന്ന വകുപ്പ് മന്ത്രി ആൽബർട്ട് സ്പിയേഴ്സ് അവസാന നാളുകളിലൊന്നിൽ അയാളെ കാണാനെത്തി. യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ അയാൾ ഏറെ വിഷണ്ണനും പരിക്ഷീണനുമായി കഴിഞ്ഞിരുന്നു. മുൻപ് താൻ കണ്ട ഹിറ്റ്ലർ ആയിരുന്നില്ല അതെന്ന് അയാൾ പറഞ്ഞു. മുഷിഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞിരുന്ന ഹിറ്റ്ലറിൽ ആ പഴയ ഉന്മേഷമില്ല. മാനസികമായി ഏറെ തകർന്നിരുന്നു. എന്ത് സംസാരിക്കണമെന്നോ എങ്ങനെ പെരുമാറണമെന്നോ അയാൾ മറന്നുപോയിരിക്കുന്നു. കണ്ടാൽ ആർക്കും സഹതാപം തോന്നും. സ്പിയേഴ്സ് ഓർത്തെടുത്ത സത്യങ്ങൾ ഹിറ്റ്ലറുടെ അവസാന നാളുകൾ കൃത്യമായി കുറിക്കുന്നതായിരുന്നു. ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് ഹിറ്റ്ലർ എന്ന പുസ്തകത്തിൽ റോബർട്ട് പെയിൻ എഴുതിയൊരു ഭാഗമുണ്ട്. ഹിറ്റ്ലറുടെ മുഖം ആകെ ചുരുക്കിപ്പോയിരുന്നു, ആകെ ചുളിച്ചു പോയിരുന്നു ആ മുഖം. അയാളുടെ കണ്ണുകളിൽ നിന്ന് തെളിച്ചവും തേജസ്സുമെല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരുന്നു. സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഹിറ്റ്ലറുടെ ഇടത്തെ കൈ ഇടയ്ക്കിടെ വല്ലാതെ വിറയ്ക്കും. അനിയന്ത്രിതമായ വിറ നിർത്താൻ അയാൾക്ക് വലതു കൈ കൊണ്ട് ഇടത് കൈ ചേർത്തു പിടിക്കേണ്ടി വന്നിരുന്നു. ചുമലുകൾക്കുള്ളിൽ അയാൾ തൻ്റെ തല ഒളിപ്പിച്ചു വയ്ക്കും. ഹിറ്റ്ലറെ കണ്ടാൽ പ്രായമേറിയ ഒരു കഴുകനെ പോലെ മാറി. ഹിറ്റ്ലറുടെ വ്യക്തിത്വത്തിലുണ്ടായ ഈ മാറ്റം അയാളുടെ നടത്തത്തിലും ഭാവാദികളിലും പ്രകടമായി. കുറച്ചു ദൂരം നടക്കുമ്പോൾ അയാൾ ആകെ ക്ഷീണിച്ച് പരുവക്കേടിലാകും. ഏതെങ്കിലും ഒരു മേശയുടെ മൂലക്കിൽ പിടിച്ചു നിൽക്കും. വെറും 6 മാസ ഇടവേള കൊണ്ട് അയാൾ 10 വർഷ പ്രായാധിക്യത്തിലെത്തി. ഏപ്രിൽ 27 ആയപ്പോഴേക്കും ബെർലിനും ജർമ്മനിയുടെ മറ്റു ഭാഗങ്ങളും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു. എല്ലാവരും കാത്തിരിക്കുന്നത് ഹിറ്റ്ലറുടെ ആത്മഹത്യയ്ക്ക്, അല്ലെങ്കിൽ അയാൾ കൊല്ലപ്പെടുമെന്ന് സ്വന്തം ജനങ്ങൾ പോലും കരുതി. ഇതിനിടയിൽ തൻ്റെ യുദ്ധപങ്കാളിയായ മുസോളിനിയെ ഇറ്റാലിയൻ വിപ്ലവകാരികൾ ക്രൂരമായ രീതിയിൽ വധിച്ച് മൃതദേഹങ്ങൾ പൊതുസ്ഥലത്ത് തലകീഴായി കെട്ടിത്തൂക്കിയ വിവരം ഹിറ്റ്ലർ അറിയുന്നു. ആത്മാഹുതി എന്ന മോക്ഷമാർഗം മാത്രമാണ് തനിക്ക് മുന്നിൽ എന്ന് ഹിറ്റ്ലർ നിശ്ചയിച്ചുറപ്പിച്ചു. തൻ്റെ കാമുകി ഇവയെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം. പിന്നെ ഒരു വിൽപത്രം എഴുതി ഒപ്പിടണം. ജീവിതത്തിൽ ബാക്കി വയ്ക്കുന്നത് ഈ 2 ആഗ്രഹങ്ങൾ മാത്രം. ഇവ ബ്രൗണിനെ വിവാഹം കഴിക്കണമെന്ന് അവസാന നാളുകളിൽ ഹിറ്റ്ലർ ഉറപ്പിച്ചു. ഒരൊറ്റ ചോദ്യം മാത്രം: ഈ ബഹളങ്ങൾക്കിടെ ആരാണ് വിവാഹത്തിന് കാർമ്മികത്വം വഹിക്കുക? തൻ്റെ വിവാഹം നടത്തിത്തന്ന വാൾട്ടർ വാഗ്നറുടെ പേര് നിർദ്ദേശിച്ചത് ജോസഫ് ഗീബൽസ്. വാഗ്നർ എവിടെയെന്ന് ജോസഫിനറിയില്ല. പക്ഷെ ഗീബൽസ് ഒരു സൈനികനെ അയച്ചു. ഭാഗ്യവശാൽ ആൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പുറത്ത് തെരുവുകളിൽ ഷെല്ലിങ്ങും ബോംബിങ്ങുമൊക്കെ നടക്കുന്നു. ഒരുവിധം കഷ്ടപ്പെട്ട് വാഗ്നറെ ബങ്കറിനുള്ളിൽ ജോസഫ് ഗീബൽസ് എത്തിച്ചു. എന്നാൽ ധൃതിപ്പെട്ട് ഹിറ്റ്ലറുടെ അടുക്കലേക്ക് ഓടി വരുമ്പോൾ വാഗ്നർ വിവാഹ സർട്ടിഫിക്കറ്റ് മറന്ന് വീട്ടിൽ വെച്ചിരുന്നു. അത് വീണ്ടെടുക്കാൻ വേണ്ടി അയാൾ ബോംബുകൾക്കും ഷെല്ലുകൾക്കുമിടയിലൂടെ സ്വന്തം വീട്ടിലേക്ക് ഓടി. തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ചാടിക്കടന്നു. ഒടുവിൽ ഒരുവിധം അയാളുടെ വീട്ടിലെത്തി. വാഗ്നർ ബങ്കറിൽ തിരിച്ചെത്തിയപ്പോഴേക്കും അവിടെ വലിയ വിവാഹ സൽക്കാരം തുടങ്ങിയിരുന്നു. വധൂവരന്മാർ പുരോഹിതന്റെ വരവും പ്രതീക്ഷിച്ച് അക്ഷമരായി ഇരിക്കുന്നു. നാസി പാർട്ടിയുടെ ചുരുക്കം ചില നേതാക്കൾ. ഏപ്രിൽ 29 നടപടികൾ തുടങ്ങിയ ആ വിവാഹ രജിസ്ട്രേഷൻ. വിവാഹ ഉടമ്പടിയിൽ ഹിറ്റ്ലറുടെ കയ്യൊപ്പ്. ആ കയ്യൊപ്പ് ചിതറിയിരുന്നു. പേരെഴുതാൻ നേരം ഇവ ബ്രൗൺ തൻ്റെ വിവാഹപൂർവ്വ നാമമായ ഇവ ബ്രൗൺ എന്നെഴുതാൻ വേണ്ടി ബി എന്നെഴുതി. പക്ഷേ അക്ഷരം കൃത്യമായി വീഴുന്നില്ല. പലതവണ വെട്ടിത്തിരുത്തി എഴുതി. ഒടുവിൽ ഇവ ഹിറ്റ്ലർ ബ്രൗൺ എന്നെഴുതി ഒപ്പിട്ടു. ഗീബൽ സാക്ഷിയായി ഒപ്പിട്ടുവെങ്കിലും പേരിന് മുന്നിൽ ഡോക്ടർ എന്നെഴുതാൻ മറന്നു. ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ രാത്രി 12:15. സാങ്കേതികമായി തീയതി ഏപ്രിൽ 30. വിവാഹ സൽക്കാരത്തിന് ഒരുപാട് വിഭവങ്ങൾ അവിടെ എത്തിച്ചിരുന്നു. എന്നാൽ അതിൽ പങ്കെടുത്ത ആർക്കും ഒന്നും കഴിക്കാൻ കഴിയുന്നില്ല. ഒരുപാട് ഷാമ്പെയിൻ അവർ അകത്താക്കി. അത്രയേറെ വെപ്രാളം. എപ്പോൾ വേണമെങ്കിലും തങ്ങളെ മരണം തേടിയെത്താം. വിവാഹ സൽക്കാരത്തിനിടയിൽ ഹിറ്റ്ലർ ചിരിക്കുന്നു, വിരുന്നാസ്വദിക്കുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു വിഷാദം അയാളെ മൂടി. പെട്ടെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു, എല്ലാം അവസാനിച്ചു, ഞാൻ ചതിക്കപ്പെട്ടു. അത് ഹിറ്റ്ലറുടെ ജീവിതത്തിലെ അവസാന ദിവസം. 2-3 മണിക്കൂർ ഗാഢമായ നിദ്രയിലായിരുന്നു പിന്നീട് ഹിറ്റ്ലർ. ഉന്മേഷത്തോടെ വീണ്ടും അയാൾ ഉറക്കമെഴുന്നേറ്റു. കുളിച്ച ശേഷം തൻ്റെ ജനറൽമാരെ അഭിസംബോധന ചെയ്ത് അയാൾ ഒരിക്കൽ കൂടി സംസാരിച്ചു. അന്ത്യം അടുത്തിരിക്കുന്നു. സോവിയറ്റ് സൈന്യം ഏത് നിമിഷം വേണമെങ്കിലും ബങ്കറിലേക്ക് ഇരച്ചെത്താം. വിഷം കഴിച്ച് മരിക്കുന്നതാണ്
പിടിക്കപ്പെടുന്നതിനേക്കാൾ ഉത്തമം. കാമുകിയെപ്പോലെ ബ്ലോണ്ടി എന്ന തൻ്റെ പ്രിയപ്പെട്ട നായയെ ഏറെ സ്നേഹിച്ചിരുന്ന ഹിറ്റ്ലർ താൻ മരിച്ച ശേഷം റഷ്യൻ സൈനികർ വരുമ്പോൾ ബ്ലോണ്ടി അവരുടെ പിടിയിലാകുന്നതിനെക്കുറിച്ച് അയാൾ പരിഭ്രമിച്ചു. ആത്മഹുതിക്കായി അയാൾ തിരഞ്ഞെടുത്ത അതേ സമയം പൊട്ടാസ്യം സൈനൈഡ് എന്ന മാരകവിഷം ആദ്യം അയാൾ നൽകിയത് ബ്ലോണ്ടി എന്ന തൻ്റെ പ്രിയപ്പെട്ട നായയ്ക്ക്. വിഷം നൽകി ബ്ലോണ്ടിയെ കൊല്ലാൻ നിയോഗിക്കപ്പെട്ട വെർണർ ഹാസെ ഹിറ്റ്ലറെ അറിയിച്ചു. പരീക്ഷണം വിജയം. ബ്ലോണ്ടിക്ക് മരണം വരിക്കാൻ ആകെ എടുത്തത് 1 മിനിറ്റിൽ താഴെ സമയം മാത്രം. തൻ്റെ പട്ടിയുടെ മരണം നേരിട്ട് കാണാനുള്ള മനക്കരുത്ത് ഹിറ്റ്ലറിനുണ്ടായില്ല. അതെ, ഹിറ്റ്ലറിന് സാധാരണ മരണം അടുത്ത് കാണാൻ ഭയമാണ്. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ 10,000-ങ്ങളെ കൊന്നൊടുക്കുമ്പോൾ അയാൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഒരിക്കൽ പോലും സന്ദർശിച്ചിരുന്നില്ല. തൻ്റെ നിയോഗം വംശഹത്യ പദ്ധതിയാണ് എന്ന് അയാൾ വിശ്വസിച്ചു. അന്തിമ പരിഹാരത്തിൻ്റെ ശില്പി എന്നയാൾ സ്വയം വാഴ്ത്തി. വിഷം കൊടുത്തു കൊന്ന ബ്ലോണ്ടിയെ ഒരു പെട്ടിയിലാക്കി, ഒപ്പം അവളുടെ 6 കുട്ടികളെയും. സൈനികർ ചാൻസലർ ബംഗ്ലാവിൻ്റെ പൂന്തോട്ടത്തിലേക്ക് ബ്ലോണ്ടിയുടെയും കുഞ്ഞുങ്ങളുടെയും ആ ശവപ്പെട്ടി കൊണ്ടുവന്നു. ബ്ലോണ്ടി മരിച്ചതറിയാതെ അമ്മയുടെ മുലകൾ ചപ്പിക്കൊണ്ട് കിടക്കുകയായിരുന്നു ആ 6 നായ്ക്കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയായി പെട്ടിയിൽ നിന്നെടുത്ത് സൈനികർ വെടിവെച്ചു കൊന്നു. എന്നിട്ട് ആ പെട്ടി അതുപോലെ അടച്ച് പൂന്തോട്ടത്തിൽ അവർ കുഴിച്ചിട്ടു. ഭക്ഷണം കഴിച്ചു. അവസാനമായി ഒരിക്കൽ കൂടി തൻ്റെ അണികളെ കാണാൻ ഹിറ്റ്ലർ എത്തി. ആരുടെയും മുഖത്തേക്ക് അയാൾ നോക്കുന്നില്ല. എല്ലാവർക്കും ഹസ്തദാനം നൽകി. പത്നി ഇവ ബ്രൗണും ഹിറ്റ്ലറോടൊപ്പം. ഇവ ബ്രൗൺ ധരിച്ചിരുന്നത് നീല നിറത്തിലുള്ള ഒരു നീണ്ട ഗൗൺ. വജ്രം പതിപ്പിച്ച ഒരു പ്ലാറ്റിനം വാച്ച് ഇവ ധരിച്ചിരുന്നു. എല്ലാവരെയും കണ്ടതിന് ശേഷം അവർ മുറിക്കുള്ളിലേക്ക് തിരികെ മടങ്ങി. ഒരു നിമിഷാർത്ഥത്തിൽ തൻ്റെ മുറിക്കുള്ളിൽ കയറി സ്വയം വെടിയുതിർത്ത് ഹിറ്റ്ലർ അപ്പോൾ തന്നെ മരണം വരിച്ചു. വെടിമരുന്നിൻ്റെ നേർത്ത ഗന്ധം പടർന്നു തുടങ്ങിയപ്പോൾ അവിടെയുണ്ടായിരുന്ന പരിചാരകർ എന്തോ അപകടം മണത്തു. പിന്നീട് ഹിറ്റ്ലറുടെ മുറി തുറക്കാനുള്ള ഉത്തരവ് കിട്ടി. മേശപ്പുറത്ത് കമിഴ്ന്നു കിടക്കുകയായിരുന്നു ഹിറ്റ്ലർ. സോഫയിൽ കിടക്കുന്ന നിലയിൽ ഇവ ബ്രൗണിൻ്റെ മൃതദേഹം. സൈനൈഡ് ക്യാപ്സ്യൂൾ കടിച്ചായിരുന്നു ഇവയുടെ മരണം. മുട്ടുമടക്കി നെഞ്ചോട് ചേർത്ത നിലയിൽ ജഡം. മരണവെപ്രാളത്തിൽ കൈകാലിട്ടടിച്ചതുകൊണ്ടാവാം മേശപ്പുറത്തുണ്ടായിരുന്ന ഫ്ലവർ വേസ് താഴെ വീണ് പൊട്ടിച്ചിതറി കിടക്കുന്നു. പിന്നീട് ഹിറ്റ്ലറുടെ മരണക്കുറിപ്പ് അനുസരിച്ച് ഒരു കമ്പിളിയിൽ ആ മൃതദേഹങ്ങൾ പൊതിഞ്ഞെടുത്തു. 2 മൃതദേഹങ്ങളും ബങ്കറിൽ നിന്ന് ചാൻസലേഴ്സ് ബംഗ്ലാവിൻ്റെ പൂന്തോട്ടത്തിലേക്ക്. അവിടെ വെച്ച് മൃതദേഹങ്ങൾ പെട്രോൾ ഒഴിച്ച് ദഹിപ്പിക്കപ്പെട്ടു. മൃതദേഹങ്ങൾ തീനാളങ്ങൾ വിഴുങ്ങുമ്പോൾ അവർ വീണ്ടും വീണ്ടും പെട്രോൾ ഒഴിച്ചുകൊണ്ടിരുന്നു. ഹെയിൽ ഹിറ്റ്ലർ എന്നവർ മുദ്രാവാക്യം മുഴക്കി. തീനാളങ്ങൾ അടങ്ങിയതിനു ശേഷം എല്ലും ചാരവുമൊക്കെ അവർ പൂന്തോട്ടത്തിൽ തന്നെ കുഴിച്ചിട്ടു. പിന്നീട് റഷ്യൻ അന്വേഷണ സംഘം ഈ കുഴിമാടം തോണ്ടി ആ എല്ലിൻ കഷ്ണങ്ങളും പല്ലിൻ്റെ അവശിഷ്ടവുമൊക്കെ പഠനവിധേയമാക്കി. ഇതിനിടയിൽ ഒരു ദന്തൽ ബ്രിഡ്ജ് കണ്ടെടുത്തു. അത് ഹിറ്റ്ലറുടെ ദന്ത ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ച് മരിച്ചത് ഹിറ്റ്ലർ തന്നെയെന്ന് അവർ ഉറപ്പുവരുത്തി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.